അപ്പോൾ ഈ നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള നുറുക്ക് ഗോതമ്പ് കിട്ടുമല്ലോ. ഇതിൻ്റെ തരി നോക്കിക്കേ, ഇതിൻ്റെ തരി കുറച്ചും കൂടി വലിയ തരിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറിയ തരിയായിട്ടുള്ളത്. ഇത് ബ്രൗൺ കളറാണ്, മറ്റേ മഞ്ഞ കളറായിട്ടുള്ളത് കിട്ടുമല്ലോ. എങ്ങനത്തെ നുറുക്ക് ഗോതമ്പായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇതവിടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇടാം. ഈ ഗോതമ്പ് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരില്ലേ, ഇതേപോലെ ഇങ്ങനെ വരണം. കുറേ സമയം ഇട്ട് വയ്ക്കണ്ട. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയൊരു ഏത്തപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള പഴം നോക്കിയിട്ട് എടുക്കുക. എനിക്കിവിടെ കിട്ടിയാണ് പഴം അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ നാടൻ പഴമൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മധുരം ഉണ്ടാവും. ഈ പഴത്തിനായിരുന്നാലും നമ്മുടെ നാടൻ പഴത്തിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ നാടൻ പഴം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക. വലിയ പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി എടുക്കുക. നാടൻ പഴമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴത്തിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കുക. പിന്നെ ഇത്രയ്ക്ക് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയുടെ അളവ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. പിന്നെ കറക്റ്റ് അളവില്ല, എന്നാലും ഒരു ഏകദേശം അളവിലെടുക്കുക. നമ്മൾ നോക്കി ഇങ്ങനെ കൈപ്പിടിയിൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിയുണ്ട്, പിന്നെ ഇത്രയ്ക്കുണ്ട്, ഒരു 1/4 പിടി. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ശർക്കര ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക. ശർക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലില്ലാത്ത ശർക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചീമ്പിയിട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ കല്ലുള്ള ശർക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർക്കുക. ഒരുപാട് ശർക്കരയൊന്നും ആവശ്യം ഉണ്ടാവില്ല, കാരണം ഈ പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ പഴത്തിന് അധികം മധുരം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കല്ലുള്ള ശർക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അരിച്ചിട്ട് എടുക്കില്ല, അതേപോലെ അരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. പിന്നെ നുറുക്ക് ഗോതമ്പായിരുന്നാലും കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് വെക്കണ്ട കേട്ടോ, കാരണം കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ടേസ്റ്റൊക്കെ വെള്ളത്തിൽ പോകുമല്ലോ. അപ്പോൾ ഞാനിവിടെ 250 ml മെഷീൻ കപ്പിലാണ് അളവ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് മെഷീൻ കപ്പില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം ചേർക്കാം. കപ്പലണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് വറുക്കാത്ത കപ്പലണ്ടിയാണ്. വറുത്ത കപ്പലണ്ടി ആയിരുന്നാലും കുഴപ്പമില്ല. ഏലക്കായ ചേർക്കുക. തൊണ്ടേപ്പാടി കൂടിയിട്ടിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ചേർക്കുക. ഇനി നമ്മുടെ ഏത്തപ്പഴം. ഇന്നിവിടെ പുറത്ത് നല്ല തണുപ്പാട്ടോ. കോഴിക്ക് വെച്ചിരുന്ന വെള്ളമൊക്കെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഐസായിട്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തെ കാഴ്ചകൾ കൂടിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് എടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ അരയ്ക്കുമ്പോൾ. അപ്പോൾ ശർക്കര നിങ്ങൾ വെള്ളത്തിലാണ് അലിയിച്ചിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അലിയിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ അത് നോക്കിക്കേ, നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് കുറച്ച് പിടിച്ചിരിക്കുന്നുണ്ട്, തുറന്നപ്പോൾ തന്നെ നല്ല ഏലക്കായുടെ മണം വരുന്നുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ കൂടെയാണ് മിക്സായിട്ട് വരും. ഒന്നുകൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ. ഇതൊരു ബൗളിലേക്ക് പകർത്താം. പിന്നെ എങ്ങാനും നിങ്ങൾ ശർക്കരയുടെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ട് എടുക്കണേ. വെള്ളം എങ്ങാനും ഇതിനകത്ത് കൂടി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തോട്ടെ. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ സെപ്പറേറ്റ് വേറെ മധുരമൊന്നും ചേർക്കണില്ല. ഉപ്പിൻ്റെ ഇത് ടേസ്റ്റ് നോക്കിക്കോട്ടെ നിങ്ങൾ. ഉപ്പ് കാരണം ഒരു കറക്റ്റ് അളവിലിരിക്കണം, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എള്ളും കൂടിയിട്ട് ചേർക്കാം. എള്ള് അല്ലെങ്കിൽ കരിഞ്ജീരകം ഉണ്ടല്ലോ അത് ചേർക്കാം. ഇത് കരിഞ്ജീരകം കേട്ടോ ഞാൻ ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഷേപ്പാക്കിയിട്ട് എടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളവും തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളിയാക്കിയിട്ട് എടുക്കുക. ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതേപോലെ ആട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കയ്യിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ വടക്ക് ഷേപ്പ് കൊടുക്കില്ലേ
അതേപോലെ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ചൂണ്ടാണി വിരൽ ഒന്നും കൂടി വെള്ളത്തിലൊന്ന് നോക്കിയിട്ട് നടുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് കമത്തുമ്പോൾ അതിങ്ങനെ വിട്ടുപോരും. അപ്പോൾ ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടുതൽ പോലെ അങ്ങനെ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തോ. പക്ഷേ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞായിട്ട് മറ്റേ സൈഡ് തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ തിരിച്ചിടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. മൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും കേട്ടോ. കാരണം തീ അങ്ങനെ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് മൊരിച്ചിട്ട് എടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊന്നും നമുക്ക് ശരിക്കും അങ്ങോട്ട് വെന്ത് കിട്ടില്ല, വെന്ത് മൊരിഞ്ഞ് കിട്ടില്ല. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കും ഇത് കപ്പലണ്ടി ഇല്ലാണ്ട്, കപ്പലണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ഇതിനെ നിലക്കടല എന്നാട്ടാണ് പറയുന്നത്, ഞങ്ങളുടെ സൈഡിലൊക്കെ കപ്പലണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കും കപ്പലണ്ടി ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. കപ്പലണ്ടി ഇല്ലാണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കപ്പലണ്ടി ഇല്ലാണ്ട് ഈ നുറുക്ക് ഗോതമ്പും പിന്നെ ഏത്തപ്പഴം കൂടിയിട്ട് അരച്ച് വരുമ്പോൾ അത് അതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെ വരുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇത്രയ്ക്ക് തിക്കായിട്ട് വരുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ലതായിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു ഐഡിയ തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിരുന്ന ഒരു കുറച്ച് മാവും കൂടി എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സെയിം തന്നെ കേട്ടോ. അതിനകത്ത് പിന്നെ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കില്ലേ, അപ്പോൾ ഇങ്ങനെ ഭയങ്കര പേസ്റ്റ് പോലെ അരക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരി പോലെ ഉണ്ട് കേട്ടോ. കപ്പലണ്ടിയുടെ ആയിരുന്നാലും നുറുക്ക് ഗോതമ്പിൻ്റെ ആയിരുന്നാലും. അപ്പോൾ പിന്നെ ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരക്കണ്ട. അപ്പോൾ അതാ നോക്കിയേ നമ്മളെല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണെടുക്കുക, ഒരു ഗ്ലാസ് ചായയും കൂടിയിട്ട് കഴിക്കുക. ഇതിനിപ്പോൾ അധികം അത്രയ്ക്കാണ് ഭയങ്കര മധുരമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കരയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ ഇരിക്കും, ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കും. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമ്മുടെ ഏത്തപ്പഴവും പിന്നെ കപ്പലണ്ടിയൊക്കെ കൂടിയിട്ട് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു രസമുള്ളൊരു കോമ്പിനേഷനാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കളർ മാറും, ഉള്ളിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഉറുക്ക് ഗോതമ്പൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വേവുണ്ടല്ലോ. ഇതായത് അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചോട്ടെ. ആ മുകളിൽ ആ കരിഞ്ചീരകം കടിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ്, എനിക്കിഷ്ടം അതിൻ്റെ ടേസ്റ്റ്. പുറത്ത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ ഇരിക്കും, ഉള്ളിൽ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് കപ്പലണ്ടിയും കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് പുറത്തെ വെള്ളം ഐസ് പിടിച്ച് കിടക്കണമെന്ന് പറഞ്ഞില്ലേ, അതും കൊണ്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ സമയം 4 മണി ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പാട്ടോ. കോഴീനെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കോഴികളൊന്നും പുറത്തില്ല. എനിക്ക് നല്ല തണുപ്പ് വരുമ്പോൾ അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല. ചില സമയത്ത് മാത്രമേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർ കൂട്ടിൽ തന്നെ പോയി നിൽക്കും. അപ്പോൾ ഇന്ന് നല്ല തണുപ്പാണ്. ഈ പുല്ലിൻ്റെ കളറൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പുല്ലിൻ്റെ കളറൊക്കെ ഒന്ന് ഡിമ്മാവും കേട്ടോ. ഇത്രയ്ക്ക് ഇങ്ങനെ പച്ച കളറിൽ നിൽക്കില്ല. ഇതാ നോക്കിയേ, ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നതാണത്, കോഴിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഐസായിട്ട് ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിവിടെ കോഴികളിപ്പോൾ ഈ വെള്ളമല്ല കേട്ടോ കുടിക്കുന്നത്. ഞാനിപ്പോൾ കോഴികൾക്ക് എല്ലാ ദിവസവും രാവിലെ നല്ല ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. ചില സമയത്ത് നമ്മൾ ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ചാലും ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും, ഉച്ചയൊന്നും ആവണ്ട, ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വെള്ളം പിന്നെയും കട്ടയാവും. അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളം നമ്മളെപ്പോഴും അവർക്ക് ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ഐസിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. ഇപ്പോൾ ഭയങ്കര തണുപ്പായിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീസിങ് ആവും. ഇപ്പോൾ തന്നെ ഫ്രീസിങ് ആണ്. അപ്പോൾ അതാ നമ്മുടെ കോഴികൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കണത്. നല്ല തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല. പിന്നെ ഇവിടെ കേട്ടാ നമ്മുടെ ഡാലിയൊക്കെ നിന്നിരുന്നത്. ഇപ്പോൾ ഡാലിയുടെ കടയില്ല, ഒന്നുമില്ല, എല്ലാം പോയി. ഉണ്ട്, എല്ലാ ചെടികളും പോയി. ഇനി അടുത്ത വർഷം നമ്മൾ ഇതേപോലെ തന്നെ വിത്ത് പാവിയിട്ട് അടുത്ത വർഷം പിന്നെയും നമ്മൾ പുതിയ ചെടികൾ നടും. ഇത് അവിടെയായിരുന്നു പടവല നിന്നിരുന്നത്. നിങ്ങൾ ഓർക്കണുണ്ടോ? അതിൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർ. അതൊക്കെ കണ്ട എല്ലാവരും കരിഞ്ഞു പോയി. മരത്തുമ്മേ ആയിരുന്നാലും ഒരു ഇല പോലും ഇല്ല. ഇത് നമ്മുടെ ജപ്പാൻ മേപ്പിൾ ട്രീ ഇല്ലേ, നിങ്ങൾക്ക് കുറേ പേർക്ക് നല്ല ഇഷ്ടമുള്ള മരമല്ലേ, ആ മരത്തിൻ്റെ ഇലയ്ക്ക് പോയിട്ടാ. ഇനി അടുത്ത സമ്മറാകുമ്പോൾ നല്ല ഭംഗിയിൽ വരും. നല്ല തണുപ്പ്. ഞാൻ അകത്തേക്ക് പോട്ടെ. അവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അവിടെ പണിക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പണി നടക്കുന്നുണ്ട്. അയാൾ നല്ല തണുപ്പൊക്കെ നിന്നിട്ട് പണിയുണ്ട്. കാലത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അത് കരാറാണ്. അയാൾക്ക് ഇഷ്ടമുള്ള പോകുന്നിട്ട് അയാൾ പണിതിട്ട് പോകും.